ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്നാണ് ഞാൻ പോണത് കേട്ടോ. മോർണിംഗ് 11:40ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 9:40ക്കെങ്കിലും അവിടെ എയർപോർട്ടിൽ എത്തണമല്ലോ, ചെക്ക് ഇൻ ചെയ്യണമല്ലോ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചിലും കുറച്ചും കൂടെ നേരത്തെ എത്തി. അപ്പോൾ ബാക്കിയുള്ളവർ എത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ഇവിടെ നല്ല ഡാർക്ക് ചോക്ലേറ്റ്സ് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഈവൻ 99% ഡാർക്ക് ചോക്ലേറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ഈ പ്രാവശ്യം കേരളയിൽ നിന്ന് നമ്മൾ 4 പേരേ ഉള്ളൂ കേട്ടോ. ഞാനും അത് കൂടാണ്ട് വേറെയും 3 ഡോക്ടേഴ്സും. ഞങ്ങൾ പോണത് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതാണ് ഡോക്ടർ മോനുദ്ദീൻ. ഡോക്ടർ വീട് കൊണ്ടോട്ടി തന്നെയാണ്, ഡോക്ടർ ക്ലിനിക്കും കൊണ്ടോട്ടിയാണ്. പിന്നെ ഇത് ഡോക്ടർ ഹാഷിം ഫ്രം പാലക്കാട് ആൻഡ് ഡോക്ടർ അൻവർ ഫ്രം മലപ്പുറം. യൂഷ്വലി ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇൻഡോറിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോവുകയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അവിടെ എത്തുമ്പം മനസ്സിലാവും. ഇൻഡോറിലേക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രാൻസിറ്റ് ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് എപ്പോഴും ഇൻഡോറിൽ നിന്ന് ഫ്ലൈറ്റ് വരിക. അങ്ങോട്ട് പോകുമ്പോൾ മിക്കവാറും നമുക്ക് ഡൽഹി എയർപോർട്ടിലോ അല്ലെങ്കിൽ മുംബൈ എയർപോർട്ടിലോ ആയിരിക്കും ട്രാൻസിറ്റ് വരിക. തിരിച്ചു വരുമ്പോൾ ഐദർ നമുക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ എയർപോർട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇന്ത്യയിലെ കുറേ എയർപോർട്ട്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല എല്ലാ ട്രാൻസിറ്റിൽ നിന്നും അവിടുത്തെ ലോഞ്ചിൽ കയറി നല്ല അടിപൊളി ഫുഡും അടിക്കാറുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ലോഞ്ച് ബാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ച്. പിന്നെ സെക്കൻഡ് വരുന്നത് മുംബൈ. കാരണം മുംബൈ ഭയങ്കര ക്രൗഡഡാണ്. ഈവൻ ലോഞ്ചിൽ വരെ നമുക്കൊരു സ്പേസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു. എൻ്റെ കൂടെ 2 ക്യാബിൻ ക്രൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവരും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഇതുപോലെ സ്നാക്സൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ ആൾ ഓപ്പൺ ചെയ്തിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു യു ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാനത് തുറന്നു, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് ഒരു സാധനം തന്ന സ്ഥിതിക്ക് ഞാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ രാവിലെ വാങ്ങിച്ചിരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ഞാൻ അവർക്ക് 2 പേർക്കും കൊടുത്തു കേട്ടോ. ആളൊരു കശ്മീരി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ മുംബൈ എയർപോർട്ട് എത്തിയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ മുംബൈ എയർപോർട്ടിൽ ടെർമിനൽ 2ലാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് ടെർമിനൽ 1 നിന്നാണ്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഇറങ്ങി എല്ലാവരും ഒന്ന് ഫ്രഷായി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഷട്ടിൽ ബസ്സസ് അവൈലബിൾ ആണ് ടെർമിനൽ 1ലേക്ക്. ടെർമിനൽ 1 കമ്പാരിറ്റീവ്ലി കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാൻസിറ്റ് ടൈം ഉണ്ട്. അതായത് അത്യാവശ്യം സമയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ടെർമിനൽ 1ലെത്തി. അവിടെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോവുക ഗേറ്റിലേക്കാണ്. പക്ഷേ ഞങ്ങൾ നേരെ പോവുക ലോഞ്ചിലേക്കാട്ടോ. നമുക്ക് ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അതിനിപ്പോൾ ഒരു അരമണിക്കൂർ സമയമുള്ളെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ലോഞ്ചിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ നമ്മൾ പോരുള്ളൂ. കാരണം ഇനി ഇൻഡോറിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമുക്ക് അവിടെ ടേസ്റ്റുള്ള ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം തീർക്കാറ് നമ്മൾ ലോഞ്ചിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനത്തെ സമയങ്ങളിലാട്ടോ അത് ഇതുപോലെ ലോങ് ട്രാൻസിറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ശരിക്കും ഈ ഒരു ലോഞ്ച് ആക്സസ് നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മുംബൈ ടെർമിനൽ 1ലെ ലോഞ്ചാണ്. ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വെറൈറ്റീസ് ഉള്ളത് ടെർമിനൽ 2ലാണ്, അതായത് വലിയ എയർപോർട്ടിലാണ്. അങ്ങനെ ഫുഡെല്ലാം എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് വീഡിയോ എടുക്കാൻ പോലും ഉള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തോ ഒരു കൺജഷനാണ്.
ഈ ഒരു ഏരിയ ചെറിയൊരു ഏരിയ ആണ്. മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ക്യാമറയായിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ഉണ്ട്. കാരണം വീണ്ടും വീണ്ടും വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞവരുണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറത്ത് പോയിരുന്നു. പിന്നെ ഏകദേശം നമുക്ക് പോകാനുള്ള ടൈം ആയപ്പം നമ്മൾ ഇറങ്ങി ട്ടോ. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് ഡിലേ ആണ്. വീണ്ടും 1 മണിക്കൂർ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇരിക്കണം എന്നുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഗൈൻ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ലോഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ബോർഡിംഗ് ടൈമോ അല്ലെങ്കിൽ ഡിലേ ഉള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. നമ്മളങ്ങനെ ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1 hour ഡിലേ ആണ്. അങ്ങനെ വീണ്ടും കുറേ സമയം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ചില സ്ഥലത്തൊക്കെ കയറി അവരെന്തെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കാത്തിരിപ്പ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി. പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. മൊയിനുദ്ദീൻ ഡോക്ടർ ഫ്ലൈറ്റിൽ നിന്ന് വായിക്കാൻ വേണ്ടി ഒരു പത്രമൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വലിയ വലിയ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഞങ്ങളെ യാത്ര ഓൾവേസ് ഇൻഡിഗോയിലാണ് കേട്ടോ. ഇൻഡോർ പോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഫ്ലൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിലെ സീറ്റ്സൊക്കെ ചെറുതായിരിക്കും. ഫ്ലൈറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഏകദേശം ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ഫീലാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് ടു മുംബൈ ഏകദേശം 2.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. മുംബൈ ടു ഇൻഡോർ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോഴും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഈ പ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മളെ കൂടെയുള്ളവരുമായിട്ട് സ്വിച്ച് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു വിൻഡോ സീറ്റ് ഒപ്പിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുംബൈ എയർപോർട്ടിൻ്റെ സൈഡിലുള്ള സ്ലംസ് ആണ് കേട്ടോ. അതായത് ചേരി പ്രദേശം, ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന ഏരിയ ആണ്. അത് ഈ കാണുന്ന പോലെ ചെറിയൊരു ഏരിയ അല്ല കേട്ടോ. അത് വലിയൊരു ഏരിയ ആണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് റൺവേയിലൂടെ പോകുമ്പോൾ കാണുന്നത്. ഈ യാത്ര പിന്നെ പകലായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഉറക്ക് പോകുന്ന പ്രശ്നമില്ലല്ലോ. നമ്മൾ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോഴല്ലേ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ സൺറൈസും സൺസെറ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത് സൺസെറ്റാണ് കാണുന്നത്. സൂര്യാസ്തമയം ഭയങ്കര രസമാണ്. അതായത് ഓരോ സമയത്തും പല പല കളറിൽ മേഘങ്ങളും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വൈകിട്ടൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇൻഡോർ എയർപോർട്ടിലെത്തി. ഇൻഡോർ എയർപോർട്ട് ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ കാലാവസ്ഥയാണല്ലോ നമ്മളെ വല്ലാണ്ട് ബാധിക്കുക. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഇൻഡോറിൽ പോയപ്പം ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായ ചൂടും ഇല്ല, എന്നാൽ ഭയങ്കരമായ തണുപ്പും ഇല്ല. ഭയങ്കരമായിട്ട് നമ്മൾ നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥ. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ വലിയൊരു ബോർഡുണ്ട്, വെൽക്കം ടു ഇൻഡോർ ദ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സിറ്റി ആയിട്ടാണ് ഇൻഡോർ അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ടാക്സിയെല്ലാം വിളിച്ച് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.